എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ജൂൺ 19 പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സ്പോർട്സ് കോട്ടയുടെയും അതുപോലെ മെറിറ്റ് കോട്ടയുടെയും അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 19 അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് വരിക. അതായത് ഏകദേശം ജൂൺ 18 രാത്രിയോടെ തന്നെ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടി വരിക. അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂൾ ഇഷ്ടമായിരുന്നാലും അല്ലെങ്കിൽ ഇഷ്ടമല്ലാതായിരുന്നാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ടയിലും അതുപോലെ മെറിറ്റ് കോട്ടയിലും രണ്ടിലും അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരം അതിൽ എവിടെയെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നേടാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് +1 സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അലോട്ട്മെൻറ്റ് അപേക്ഷയിലെ തെറ്റു കാരണം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക്, അതുപോലെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നതിനും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ നോൺ ജോയിനിങ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വീണ്ടും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇതുവരെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഏകദേശം ജൂൺ 1 ആണ് അതിൻ്റെ അപേക്ഷ ആരംഭിക്കുന്നത്. അത് ജൂൺ അല്ല, ജൂലൈ 1 അപേക്ഷ ആരംഭിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ ഒരു ജൂൺ 19 പ്രസിദ്ധീകരിക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ്. കാരണം സാധാരണ മുഖ്യഘട്ടത്തിൽ 4 അലോട്ട്മെൻറ്റ് ഉണ്ടാവാറില്ല, 3 മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ് അതുപോലെ അലോട്ട്മെൻറ്റുകളിൽ നിങ്ങൾ പെർമനൻറ്റ് അല്ലെങ്കിൽ അതായത് ടെമ്പററി അഡ്മിഷനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പെർമനൻ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവിടെ തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓപ്ഷനിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻ മാറുകയും ആ ഒരു പുതിയ സ്കൂളിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് 1ാമത്തെ ഓപ്ഷൻ ആയിരുന്നാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് 3ാമത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്ഷൻസ് ആയിരുന്നാലും, അതായത് 1ാമത്തെ ഓപ്ഷൻ ഒഴികെയുള്ള ബാക്കി ഏതൊരു ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയിരുന്നാലും നിങ്ങൾക്ക് മുൻപ് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ ഒരു രീതിയിൽ അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്ന ആ ഒരു സ്കൂളായാലും അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സ്കൂൾ കോഴ്സ് ആയിരുന്നാലും വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ മാറുന്നതിനായിട്ടുള്ള അവസരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ചതാണ്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇഷ്ടമില്ലാത്ത സ്കൂളാണ് കിട്ടുന്നത് അല്ലെങ്കിൽ കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് മാനേജ്മെൻറ്റ് സീറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെ മാറാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മുകളിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഏകജാലം 2024 മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട ആൻഡ് അൺഎയ്ഡഡ് കോട്ട അഡ്മിഷൻ വിൽ ബി പോസിബിൾ അലോങ് വിത്ത് മെറിറ്റ് കോട്ട തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു കാര്യം ഇങ്ങനെ നീങ്ങിപ്പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിനോടൊപ്പം തന്നെ ഈ ഒരു അഡ്മിഷനും നടത്താം എന്നാണ് ഈ ഒരു എഡ്യൂക്കേഷൻ വകുപ്പ് നൽകിയിട്ടുള്ളത്. ആ ഒരു നിർദ്ദേശമാണത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് അതിന് മറുപടി തരാൻ സാധിക്കുമെങ്കിൽ ആ ഒരു പെട്ടെന്ന് തന്നെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.